എത്ര മറച്ചു വെച്ചാലും സത്യം ഒരു ദിവസം പുറത്തു വരും. പക്ഷേ ചില സത്യങ്ങൾ പുറത്തു വരുമ്പോൾ അതിൻ്റെ വില ഒരു ജീവിതം തന്നെയാകാം. ഉമ്മച്ചനെ തേടിയിറങ്ങിയ അന്വേഷണ സംഘം ഫാൻറ്റം പാറയിൽ കണ്ടത് അവരെ പോലും നടുക്കിയ കാഴ്ചയായിരുന്നു. നമുക്ക് കേൾക്കാം കൊലയാളി 88-ാം ഭാഗം. നടപ്പാതയിലേക്ക് ഇറങ്ങി കുറച്ച് നടന്ന് നന്നായി റേഞ്ച് കിട്ടുന്ന സ്ഥലത്തേക്ക് മാറി നിന്ന് രത്നാകരൻ സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരം പറഞ്ഞു. സ്റ്റേഷനിൽ കിട്ടിയ വിവരം അതേപടി തന്നെ അപ്പോൾ തന്നെ മോഹനൻ സാറിനും SITയുടെ ഓഫീസിലുമുണ്ടായിരുന്ന ജീവൻ ജോസിനും ലഭിച്ചു. തനിക്ക് നേരത്തെ തന്നെ ലഭിച്ച സന്ദേശവും ഇപ്പോൾ അമ്പലവയൽ പോലീസിൽ നിന്നും ലഭിച്ച വിവരങ്ങളും കൂടി ചേർത്ത് നോക്കുമ്പോൾ ഒരാൾ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം തീർച്ചയാണ്. അത് ആരാണെന്ന് മാത്രമേ ഇനി അറിയാൻ ബാക്കിയുള്ളൂ. ഉമ്മച്ചനായിരിക്കുമോ അതോ മകനായിരിക്കുമോ? ഇനി നമ്മൾ സങ്കല്പിക്കാത്ത മറ്റാരെങ്കിലും ആയിരിക്കുമോ? അവിടേക്ക് പോയവർ മൃതദേഹം കൂടുതൽ വിശദമായി പരിശോധിച്ചിട്ടില്ല എന്നതുകൊണ്ട് അമ്പലവയൽ പോലീസിന് ഇപ്പോൾ അത് പറയാൻ കഴിയില്ല. തങ്ങൾ തന്നെ അന്വേഷിക്കേണ്ട കേസാണിത് എന്ന് മനസ്സിലായതുകൊണ്ട് കൂടുതൽ സമയം ആലോചിച്ച് നിൽക്കാതെ തന്നെ അന്വേഷണ സംഘം അങ്ങോട്ട് പുറപ്പെട്ടു. പ്രദേശത്ത് കാവലേർപ്പെടുത്തുന്ന കാര്യവും ആരെയും വിവരമറിയിക്കരുത് എന്ന കാര്യവുമെല്ലാം അവരെ ഓർമ്മിപ്പിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് അവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിൽ പോലും മേലുദ്യോഗസ്ഥന്മാർ അറിയാതെയാണെങ്കിൽ പോലും ചെയ്തു പോകുന്നതാണ് അത്. എത്ര തന്നെ വേഗത്തിൽ പോയാലും അവിടെ എത്തണമെങ്കിൽ ഉച്ച കഴിയും. ബാക്കി വേണ്ട സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിക്കൊള്ളാനാണ് അവരോട് വിളിച്ചു പറഞ്ഞത്. ക്രൈം സീൻ ജീവനും സംഘത്തിനും പരിശോധിക്കണം എന്നു മാത്രം. വേണ്ട സജ്ജീകരണങ്ങളെല്ലാം തയ്യാറാണെങ്കിൽ പിന്നെ വളരെ പെട്ടെന്ന് തന്നെ അനന്തര നടപടികൾ കൈക്കൊള്ളാൻ കഴിയുമല്ലോ. കൊല്ലപ്പെട്ടതാരാണെന്ന് കൃത്യമായി അറിയാതെ ഉമ്മച്ചൻ്റെ വീട്ടിലേക്ക് അറിയിക്കാനും കഴിയില്ല. മറ്റാരെങ്കിലും ആണെങ്കിൽ വെറുതെ അവരെ തീ തീറ്റിക്കേണ്ട കാര്യമില്ലല്ലോ. ജീവൻ ജോസും സംഘവും അമ്പലവയലിൽ എത്തിയത് 2 മണിയോടുകൂടിയാണ്. ഫാൻറ്റം പാറയുടെ അടുത്തെത്താൻ പിന്നെയും കുറച്ച് സമയം കൂടി വേണ്ടി വന്നു. ആരെയും അറിയിക്കരുതെന്ന് പറഞ്ഞിരുന്നെങ്കിലും എങ്ങനെയോ വിവരം പുറത്തറിഞ്ഞു. അനന്തരം എന്ത് എന്നറിയാൻ ആ പ്രദേശത്തൊക്കെ ധാരാളം ആളുകൾ വന്നു നിൽക്കുന്നുണ്ടായിരുന്നു. അടുത്തെങ്ങും ആൾതാമസമില്ലാത്തതുകൊണ്ട് സാധാരണഗതിയിൽ കാണാറുള്ളതിലും എണ്ണം കുറവാണെന്ന് മാത്രം. അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ ഫോഴ്സിനെ വിന്യസിക്കേണ്ടി വന്നേനെ. എങ്കിൽ പോലും വളരെ ആകാംക്ഷയോടെയാണ് ഓരോരുത്തരും അവിടെ നിൽക്കുന്നത്. ആ പ്രദേശങ്ങളിൽ ചിലപ്പോൾ ഇത്തരം സംഭവം ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടാവുകയില്ല. ജീവൻ ജോസ് അവിടെ ചെന്നിറങ്ങിയതേ അടുത്തേക്ക് വന്നത് രത്നാകരൻ തന്നെയാണ്. അയാളോടാണ് ജീവൻ ആദ്യം വിവരങ്ങൾ ചോദിച്ചത്. കൊല്ലപ്പെട്ട ആളെപ്പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? പ്രായമായ ആളാണോ അതോ ചെറുപ്പക്കാരനാണോ? ഒറ്റനോട്ടത്തിൽ എന്തു തോന്നി? ഉള്ളത് പറഞ്ഞാൽ രത്നാകരൻ കൊല്ലപ്പെട്ടയാളിൻ്റെ മുഖം പോലും നോക്കിയില്ല എന്നതാണ് സത്യം. അതിന് കാരണവുമുണ്ട്. ഇൻഫർമേഷൻ കിട്ടിയത് മേലുദ്യോഗസ്ഥരിൽ നിന്ന് തന്നെയാണ് എന്നതാണ് ഒരു പ്രധാന കാര്യം. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനെപ്പറ്റി വ്യക്തമായ അറിവുണ്ടായിരിക്കുമല്ലോ.
കിട്ടിയ വിവരം ശരിയാണോ എന്ന് നോക്കുക മാത്രമാണ് അയാൾ ചെയ്തത്. അയാൾക്ക് ഏൽപ്പിക്കപ്പെട്ട ദൗത്യം അതുമാത്രമാണ്. അതയാൾ ചെയ്യുകയും ചെയ്തു. നോക്കിയില്ല എന്ന് പറയുകയല്ലാതെ മറ്റു മറുപടി ഒന്നും പറയാനില്ല. ആ അവസ്ഥ കണ്ടാൽ സാറ് പറഞ്ഞതുപോലെ ഒന്ന് നോക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. ഏതായാലും നമ്മൾ അങ്ങോട്ട് തന്നെയല്ലേ, ഇനി വിശദമായി നോക്കാം. അത് കണ്ടതിൻ്റെ ഞെട്ടൽ മാറി വരുന്നേയുള്ളൂ. കൂട്ടത്തിലെ ഒരുത്തനാണെങ്കിൽ ഇപ്പോഴും ശരീരത്തിലെ വിറയൽ മാറിയിട്ടില്ല. രത്നാകരൻ നവനീതിനെയാണ് ചൂണ്ടിക്കാണിച്ചത്. അവൻ വല്ലാതെ പേടിച്ചതുപോലെയാണ് കാണപ്പെടുന്നത്. ആദ്യമൊക്കെ ഇങ്ങനെ തന്നെയാണ്. പിന്നെ ആകുമ്പോൾ എന്തു കണ്ടാലും ഒരു പ്രശ്നമല്ല എന്ന അവസ്ഥയിലേക്ക് എത്തിക്കോളും. കൂടുതൽ ഒന്നും ചോദിക്കാതെ രത്നാകരൻ്റെ പിന്നാലെ സംഘാംഗങ്ങൾ 4 പേരും മലംപുന്നമരത്തിൻ്റെ ചുവട്ടിലേക്ക് നടന്നു. രത്നാകരൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഒറ്റ നോട്ടത്തിൽ ആരും ഞെട്ടിപ്പോകുന്നത് പോലെയാണ് മൃതദേഹത്തിൻ്റെ അവസ്ഥ. എന്നാലും നോക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. ജീവൻ ജോസ് വിശദമായി നോക്കി. ചെറുപ്പക്കാരനല്ല കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഉമ്മച്ചൻ്റെ ഒരു ചിത്രം കയ്യിൽ കരുതിയിരുന്നത് കൊണ്ട് അല്പസമയം മുമ്പും ഒന്നുകൂടി എടുത്തു നോക്കിയതാണ്. അല്പം കുനിഞ്ഞു നോക്കിയാൽ മുൻപോട്ട് കിടക്കുന്ന മുഖം കാണാൻ കഴിയും. നോക്കാതിരിക്കാൻ ഇപ്പോൾ നിർവാഹമില്ല. അല്ലെങ്കിൽ പിന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ കാണാമല്ലോ. അതിന് മുൻപ് തന്നെ ജീവന് കാണാൻ കഴിഞ്ഞു. അത് ഉമ്മച്ചൻ തന്നെ. ഇതുവരെ നടന്ന കൊലപാതകങ്ങളുമായി കാര്യമായ വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഇല്ല. എന്നാൽ ഒരു വ്യത്യാസമുണ്ട് താനും. ഇതുവരെ നടന്നതൊക്കെ നടന്ന സ്ഥലത്ത് വെച്ച് തന്നെയാണ് മൃതദേഹവും കിട്ടിയത്. പക്ഷേ പരിസരം എത്ര വിശദമായി പരിശോധിച്ചു നോക്കിയിട്ട് പോലും ഇവിടെ വെച്ചാണ് കൊലപാതകം നടന്നതെന്ന് ചിന്തിക്കാൻ മാത്രം യാതൊരു തെളിവുകളും കിട്ടിയില്ല. സാധാരണഗതിയിൽ കാണാറുള്ള അടയാളം മലംപുന്നമരത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രം. അതും ഇയാളുടെ തന്നെ രക്തം കൊണ്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അക്കങ്ങളുടെ നിറം മാറിത്തുടങ്ങിയിരിക്കുന്നു. കൊല്ലുകയും അയാളുടെ രക്തം കൊണ്ട് തന്നെ വിവരം അടയാളപ്പെടുത്തുകയും ചെയ്യണമെങ്കിൽ അവൻ്റെ മനസ്ഥിതി എന്തുമാത്രം ക്രൂരമായിരിക്കണം എന്ന് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. കൊല്ലപ്പെട്ടതാരാണ് എന്ന് മനസ്സിലായി. കൊലപാതകം നടത്തിയത് അവിടെ വെച്ചല്ല എന്നും തീരുമാനമായി. അപ്പോൾ പിന്നെ എവിടെ വെച്ചാണ് കൊല്ലപ്പെട്ടത് എന്നറിയണമല്ലോ. എങ്കിൽ മാത്രമല്ലേ എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുകയുള്ളൂ. പരിസരം അവർ തന്നെ നേരത്തെ നിരീക്ഷിച്ചതാണ്. ആരുടെയും പാടുകൾ പോലും കാണാനില്ല. വീണ് കിടന്ന കരിയിലകളിൽ കുറച്ചെണ്ണത്തിന് ചെറിയ പ്രത്യേകതകളുള്ളതായി ജീവന് തോന്നി. ബാക്കിയുള്ളവയ്ക്കുള്ളതിനേക്കാൾ പുതുമയുടെ നിറമാണ് കുറച്ചെണ്ണത്തിന്. ജീവൻ അത് തിരിച്ചിട്ട് നോക്കി. അപ്പോൾ അതിന് സാധാരണ നിറം. കൊലയാളി ചവിട്ടി നടന്നു വന്ന പാതയിലെ കരിയിലകൾ പോലും മറിച്ചിട്ടിട്ടാണ് അയാൾ പോയത്. കൊലപാതകം നടത്തിയതിൻ്റെ ചഞ്ചലിപ്പ് എന്തെങ്കിലും മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അയാൾക്ക് ഇത്രയും ചെയ്യാൻ കഴിയില്ല. ധാരാളം കൊലപാതകങ്ങൾ നടത്തിയവന് പുതിയതൊന്ന് ചെയ്യുമ്പോൾ അതിൽ എന്ത് മനഃചാഞ്ചല്യമുണ്ടാവാനാണ്? അപ്പോൾ ഇതും ചെയ്തത് അവർ തന്നെ ആയിരിക്കും. രത്നാകരൻ പറഞ്ഞതിന് പ്രകാരം വഴിയിൽ അടയാളങ്ങളൊന്നും ഇല്ല എന്നാണ്. കണ്ട കാര്യം ജീവൻ അയാളെയും കാണിച്ചു. അതയാൾക്ക് വേറിട്ട ഒരനുഭവമായിരുന്നു എന്ന് തോന്നുന്നു. ഒരാൾ നടന്നു വന്ന വഴി
കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ ഒരാൾക്ക് തന്നെ മൃതദേഹം അവിടെ എത്തിക്കാൻ കഴിയില്ല. ഇലകളിലെ അടയാളം ശേഖരിക്കാൻ കൂടെയുള്ളവരോട് നിർദ്ദേശിച്ചു. ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകും, പക്ഷേ എല്ലാവരും വന്നത് ഒരേ വഴിയിലൂടെ തന്നെയാണല്ലോ. മുൻപേ നടന്നയാളുടെ കാലടിപ്പാത തന്നെ പിന്നാലെ വന്നവനും പിന്തുടരാൻ കഴിയും. കൊലപാതകികൾ ഇയാളെ ഏതോ വാഹനത്തിൽ കൊണ്ടുവന്ന് നിർത്തിയതിനു ശേഷം എടുത്തു കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയിട്ട് പോയതാകാനാണ് സാധ്യത. അത്രയും കാര്യം ഏതാണ്ട് തീർച്ചയായി. അപ്പോൾ വാഹനത്തിൻ്റെ അടയാളം എന്തെങ്കിലും കാണണ്ടേ? നടപ്പാതയിലൂടെ അല്പം കൂടി മുന്നോട്ട് നടന്നപ്പോൾ മറ്റു സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ളതുപോലെ ജീപ്പിൻ്റെ ടയറിൻ്റെ പാടുകൾ കൂടി കണ്ടു. ഇത് അവർ തന്നെയാണ് ചെയ്തതെന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിനും വകയില്ല. എല്ലാ കാര്യങ്ങളും ഈച്ചക്കോപ്പി പോലെ തന്നെ. എന്നാലും ഇത്രയും ഭംഗിയായി ഇത് ചെയ്തു വെക്കണമെങ്കിൽ അവൻ അസാമാന്യ കഴിവുള്ളവൻ തന്നെ. ആ കഴിവ് ഇത്തരം കുറ്റകൃത്യങ്ങൾക്കാണല്ലോ ഉപയോഗിക്കുന്നത്. നല്ല കാര്യങ്ങൾക്കായിരുന്നു ആ കഴിവ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ അവൻ എത്ര ഉയരത്തിൽ എത്തിയേനെ. ജീവൻ്റെയും സംഘത്തിൻ്റെയും പ്രാഥമികമായ അന്വേഷണം കഴിഞ്ഞു. നേരത്തെ വന്നു നിന്ന ആംബുലൻസിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. ആ സമയത്ത് തന്നെ ജീവൻ മോഹനൻ സാറിനെ വിളിച്ച് വിവരമറിയിക്കുകയും ചെയ്തു. അവിടെ അടുത്തെവിടെയെങ്കിലും വെച്ച് തന്നെ ആയിരിക്കുമല്ലോ കൊല്ലപ്പെട്ടത്. അതും കൂടി അന്വേഷിക്കുക. അതിന് അമ്പലവയൽ പോലീസിൻ്റെ സഹായം തേടിക്കൂ. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, അയാളുടെ മകനും മിസ്സിംഗ് ആണ്. ഇതുവരെയും വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. അവനായിരിക്കുമോ അവസാനത്തെ ആൾ? ആ വഴിക്കുകൂടി അന്വേഷണം നീക്കണം. നമ്മൾ സമ്പൂർണമായും പരാജയപ്പെട്ടു പോകുമോ എന്നാണ് എൻ്റെ പേടി. ഇതുവരെയുള്ള കൊലപാതകം ഓരോന്നായിട്ടായിരുന്നു എങ്കിൽ ഇപ്രാവശ്യം ഒന്നിൽ കൂടുതൽ എണ്ണം ഒരുമിച്ച് നടത്താൻ തീരുമാനിച്ചെങ്കിൽ തന്നെ അതിന് എന്തെങ്കിലും കാരണമുണ്ടാകും. സാഹചര്യം അനുകൂലമല്ല എന്ന തോന്നലിൽ നിന്നാണല്ലോ തിരക്കിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കുറ്റവാളികൾക്ക് തോന്നലുണ്ടാവുന്നത്. അപ്പോൾ നമ്മളുടെ ലക്ഷ്യം അടുത്ത് എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. പക്ഷേ അത് മനസ്സിലാക്കിക്കൊണ്ടിരുന്നാൽ മാത്രം പോരല്ലോ. സോണി ഇനി എവിടെ പോയിട്ടുണ്ടാകുമോ ആവൂ. ഉമ്മച്ചൻ്റെ മൃതദേഹം കൊണ്ടുപോയി കഴിഞ്ഞ് തിരിച്ചു പോരാൻ വേണ്ടി അവർ വാഹനത്തിലേക്ക് കയറി. ജീവൻ രഞ്ജിത്തിനോട് സോണിയുടെ കാര്യം പറഞ്ഞു. അവരിവിടെ വന്നതിന് ശേഷം നടന്ന കാര്യങ്ങളെപ്പറ്റി വിശദമായി ഒരു അന്വേഷണം നടത്തിയാൽ അവൻ എവിടെ എന്നും ആരാണ് ഇത് ചെയ്തതെന്നും ഏകദേശം ഒരു സൂചന നമുക്ക് ലഭിച്ചേക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ജീവൻ്റെ ഫോണിലേക്ക് ഏതോ അജ്ഞാത നമ്പറിൽ നിന്നും ഒരു സന്ദേശം വന്നതിൻ്റെ ശബ്ദം കേട്ടു. അത് അടുത്ത കൊലപാതകത്തെപ്പറ്റിയുള്ള വിവരങ്ങൾ ആയിരിക്കുമോ? ഉമ്മച്ചൻ്റെ മരണം സ്ഥിരീകരിച്ചു. സോണിയെ ഇപ്പോഴും കാണാനില്ല താനും. അതിനിടയിൽ ജീവൻ്റെ ഫോണിലെത്തിയ പുതിയ സന്ദേശം അടുത്ത ഇരയെ സംബന്ധിക്കുന്ന വിവരമായിരിക്കുമോ? കൂട്ടത്തിൽ അത് എവിടെയാണെന്നുള്ള ലൊക്കേഷനും കൂടി കാണുമോ? ഉത്തരവുമായി നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണേ.